ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ശ്ലോകം 5. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത്കർദമമാഗതി പ്രതീക്ഷം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കർദമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ തന്നെ സ്തുതിച്ച് ദേഹമാസകലം രോമാഞ്ചമണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കർദമനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും മറഞ്ഞു. മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ ഭാര്യയായിട്ട് കിട്ടുമെന്നും അവളിൽ 10 കുട്ടികൾ 9 പെൺകുട്ടികളും ഞാൻ തന്നെയായ ഒരു പുത്രനും കപിലൻ എന്ന പേരിലുള്ള ഒരു പുത്രനും നിനക്കുണ്ടാകും, പിന്നീട് നീ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു. ഭവത് ഈരിതം പറഞ്ഞതുമൂലം, ഇവിടെ ഭഗവാൻ പറഞ്ഞതുമൂലം നാരദ ഉപദിഷ്ട, നാരദ മഹർഷി ഉപദേശിച്ച വിധം സ മനു, ആ സ്വയംഭുവ മനു. ഇവിടെ ഭഗവാൻ കർദമന് വരമൊക്കെ കൊടുത്തു, അനുഗ്രഹമൊക്കെ കൊടുത്തു, പോയി. നാരദനെ ഇവിടെ ഭഗവാൻ പ്രേരിപ്പിച്ചു. എന്തിനാണ് പ്രേരിപ്പിച്ചത്? സ്വയംഭുവ മനുവിന്റെ അടുത്ത് ചെല്ലുവാനായിട്ട്, സ്വയംഭുവ മനുവിനോട് പറയുവാനായിട്ട്, സ്വയംഭുവ മനുവിന്റെ പുത്രിയെ കർദമന് കൊടുക്കണം എന്ന് പറയാനായിട്ട് നാരദനെ ഭഗവാൻ പ്രേരിപ്പിച്ചു. ഭഗവാന്റെ പ്രേരണ മൂലമാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പൊ ഇവിടെ ഭഗവാനാൽ പ്രേരിതനായ നാരദ മഹർഷി ഉപദേശിച്ച വിധം, ആ നാരദന്റെ ഉപദേശം കേട്ടതിന് ശേഷം സ മനു, ആ സ്വയംഭുവ മനു ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന പട്ടമഹിഷിയോടും ഗുണവത്യ ദേവഹൂത്യ, ഗുണവതിയായ ദേവഹൂതി എന്ന മകളോട്, സുതയാച്ച മകളോടും കൂടി ആഗതി പ്രതീക്ഷം കർദമം, ഇവരുടെ വരവ് കാത്തിരിക്കുന്ന കർദമന്റെ അടുത്തേക്ക് സമഗാത് വന്നു ചേർന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ അനുഗ്രഹിച്ച് പോയി കഴിഞ്ഞപ്പോൾ കർദമൻ ദേവഹൂതിയെയും കൊണ്ട് സ്വയംഭൂ മനു തൻ്റെ അടുത്തേക്ക് വരുന്നതിനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി സ്വയംഭൂവ മനുവിന്റെ അടുത്ത് ചെന്ന് ഭഗവാന്റെ ആഗ്രഹം ഉപദേശ രൂപത്തിൽ അറിയിച്ചു. തൻ്റെ റാണിയായ ശതരൂപയോടും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ദേവഹൂതി എന്ന മകളോടും കൂടി തന്നെ കാത്തിരിക്കുന്ന ആ കർദമ പ്രജാപതിയുടെ അടുത്തേക്ക് മനു എത്തിച്ചേർന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.